നമ്മുടെ പെൺകുട്ടികൾ കച്ചവട ചരക്ക് പോലെ ആകുന്ന സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു പെൺകുഞ്ഞിന്റെ ശരീരത്തിനിടുന്ന വില 1.5 ലക്ഷം രൂപ. ഇങ്ങനെ 20 പെൺകുട്ടികളെ വിറ്റുകളഞ്ഞു. വിവാഹം കഴിപ്പിക്കുകയാണെന്ന് ദരിദ്രരായ മാതാപിതാക്കളെ വിശ്വസിപ്പിക്കും. പക്ഷേ നടക്കുന്നത് മനുഷ്യക്കടത്താണ്. ഉത്തർപ്രദേശിൽ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ രാജസ്ഥാനിലേക്ക് വിൽപ്പന നടത്തിയ സംഘത്തിനാണ് പിടിവീണിരിക്കുന്നത്. ലക്നൌ പോലീസ് സംഘത്തിലെ 3 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. 20 പെൺകുട്ടികളെ 1.5 ലക്ഷം രൂപ വീതം വാങ്ങി വിറ്റെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൗമാരക്കാരായ പെൺകുട്ടികളുള്ള കുടുംബത്തെയാണ് അനുരാഗ് യാദവ്, പ്രിയ പാട്ടീൽ, അക്തർ എന്നിവരുൾപ്പെട്ട 5 അംഗ സംഘം കെണിയിലാക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് നൽകാനെന്ന വ്യാജേനയാണ് ഇവർ റായ്ബറേലിയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തി പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത ശേഷം ഭൂപേന്ദ്ര ചൗധരിക്കും സോനത്തിനും അയച്ചു നൽകി. തുടർന്ന് ഭൂപേന്ദ്ര ചൗധരിയും സോനവും ഓക്കെ പറഞ്ഞതോടുകൂടി ഈ പെൺകുട്ടികളെ കേവലം 1.5 ലക്ഷം രൂപയ്ക്കാണ് പ്രതികൾ വിറ്റത്. അന്വേഷണം എത്തി നിന്നപ്പോൾ 6 വർഷമായി പ്രതികൾ ഇതേ ജോലി തന്നെ ചെയ്യുകയാണ്. 20ഓളം പെൺകുട്ടികളെയാണ് ലക്നൌവിൽ നിന്ന് ഈ തരത്തിൽ കുടുംബത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ പ്രതികൾ കടത്തിയതും വിൽപ്പന നടത്തിയതും. ലക്നൌവിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. പ്രതികളുടെ പക്കൽ നിന്ന് വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. ഇപ്പോഴും രാജസ്ഥാനിൽ നിന്ന് ഒളിവിൽ പോയ ഭൂപേന്ദ്ര ചൗധരിയെയും സോനത്തെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. മോഹൻലാൽഗഞ്ച് പോലീസ് അറിയിക്കുന്നതനുസരിച്ച് ഈ പ്രതികൾക്ക് കൂടുതൽ ബന്ധങ്ങളുണ്ട്. ഇനിയും പിടിയിലാകാൻ ഈ സംഘത്തിൽ നിരവധി പേരുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എന്തിനാണ് ഇവർ വിൽപ്പന നടത്തുന്നത്, അല്ലെങ്കിൽ വാങ്ങുന്നവർ എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പോലീസിന് വ്യക്തമായ ധാരണയില്ല. 20ഓളം പെൺകുട്ടികളിൽ ഇനിയും 18 പേരെ കണ്ടെത്താനുണ്ട് എന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അധികം വൈകാതെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ പിടിയിലായവർ നൽകുന്ന മൊഴിയും അനുസരിച്ച് ബാക്കിയുള്ള പെൺകുട്ടികളെയും ഒളിവിൽ പോയ പ്രതികളെയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.